ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഖബറിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ചെറുപ്പക്കാരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അല്ലാഹുവിന്റെ പ്രവാചകനെ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്ത അറിഞ്ഞ് സഹാബത്ത് മുഴുവനും ആയിഷ റളിയല്ലാഹു തആലയുടെ കൊച്ചു വീട്ടിന്റെ ഉള്ളിൽ മരണപ്പെട്ട് വിട പറഞ്ഞു പോയിട്ടും ജീവിക്കുന്ന മന്ദസ്മിതം തൂങ്ങി നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് നിൽക്കുമ്പോഴാ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല കടന്നു വരുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ തൗഫിയ റസൂലുള്ളാഹ് റസൂൽ വഫാത്തായി പോയി. അബൂബക്കർ റളിയല്ലാഹു തആല ഹബീബായ മുത്തിന്റെ ചാരത്ത് വന്നിരുന്ന് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കണ്ണടച്ചിങ്ങനെ കിടക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, വല്ല നബിയേ, എന്തോ ഒരു സുഗന്ധമാണ് നബിയേ, അങ്ങയുടെ ചാരത്ത് നിന്ന് എന്തോ ഒരു സുഗന്ധം വരുന്ന നബിയേ. ജീവിച്ചിരുന്നപ്പോൾ സുഗന്ധമാണ്, അങ്ങ് വിട പറഞ്ഞപ്പോൾ സുഗന്ധമാണല്ലോ നബിയേ. ഹബീബായ നബി തങ്ങൾ വഫാത്തായിട്ട് 3-ാമത്തെ ദിവസമാണ് അല്ലാഹുവിന്റെ റസൂലിനെ ദഫൻ ചെയ്യുന്നത്. ആ 3 ദിവസവും ആയിഷ ബീവിയുടെ വീട്ടിലെ ഹബീബായ നബി തങ്ങളുടെ തിരുശരീരം ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ മരിച്ചാൽ 10 മണിക്കൂർ കഴിഞ്ഞ ദുർഗന്ധം വരുമെങ്കിൽ 3 ദിവസം തുടർച്ചയായിട്ട് ആയിഷ ബീവിയുടെ വീട്ടില് ഹബീബായ നബി തങ്ങളുടെ തിരുശരീരം ഇരിക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല വന്നിട്ട് പറയാ, യാ റസൂലല്ലാഹ്, എന്തോ ഒരു സുഗന്ധമാണ് നബിയേ, ഈ ശരീരത്തിന് എന്തോ ഒരു സുഗന്ധമാണ് യാ റസൂലല്ലാഹ്. ഫതുലൂക കാഫൂറുൻ വറബഉക അംബറു വസുദുസുക യാകൂതുൻ വബാഖീക ദൗഹറു. ഇത് അമ്പതിന്റെ സുഗന്ധമാണ് നബിയേ, ഇത് മിസ്കിന്റെ പരിമളമാണ് നബിയേ. ഹബീബായ മുത്തിനെ സാധാരണക്കാരനെന്ന് പറയല്ല മുഅ്മിനേ. 72 മണിക്കൂർ ഇരുന്നിട്ട് ആ ശരീരത്തിലെ അമ്പറിന്റെ മണം വിട്ടുമാറിയിട്ടില്ല. പരിമളത്തോടുകൂടി മുത്തുനബി സഹാബത്തിന്റെ മുമ്പിൽ നിവർന്ന് കിടക്കുമ്പോ ഓടി വന്നില്ല മോനെ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല കടന്നു വന്നിട്ട് ഹബീബായ മുത്തിന്റെ വഫാത്തായി കിടക്കുന്ന മുത്തുനബിയുടെ ചാരത്ത് വന്ന് നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. എന്നിട്ട് ആരോ പറഞ്ഞു, ഉമറേ, തൂഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് വിട പറഞ്ഞു ഉമറേ. ആ സമയത്ത് തന്നെ അരപ്പട്ടയിൽ ചൂരിക്കിടന്ന വാളെടുത്ത് ഊരി പിടിച്ചിട്ട് ആരാണടാ എന്നെ ഹബീബ് മുത്ത് വഫാത്ത എന്ന് പറഞ്ഞത്? ആ പറഞ്ഞവന്റെ കരുത്ത് ഞാൻ വെട്ടിയെടുക്കുമെന്ന് ഉമർ വാൾ വീശുമ്പോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏത് വാൾത്തലപ്പാടെന്ന്? ആ വാൾത്തലപ്പ് ചുരട്ടിക്കൊണ്ടാണ് മക്കയിലൂടെ ഒരു മുഹമ്മദിന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് ചുരട്ടിയ വാൾത്തലപ്പാട്. ആരുടെ തലയെടുക്കുമെന്ന് പറഞ്ഞ വാളാണോ? ആ വാള് പിടിച്ചിട്ട് ആരെത്താൻ വെട്ടിയെടുക്കാമെന്ന് ആ തലയുടെ ഉടമസ്ഥൻ മരിച്ചെന്ന് കേട്ടപ്പോ, വഫാത്ത എന്ന് കേട്ടപ്പോ, എന്റെ ഹബീബായ മുത്ത് വഫാത്ത എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ വെട്ടിയെടുക്കുമടോ. ഭർത്താവിന്റെ മകൻ ഉമർ എന്ന് പറയുന്ന വീരശൂര പരാക്രമി ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു വെല്ലുവിളിക്കുമ്പോ ചാരത്തേക്കൊന്നെടുക്കാൻ കഴിയാറ്. ഇത് ചരിത്രത്തിന്റെ സമ്മോഹന മുഹൂർത്തമാ. ഈ അടുത്ത സമയത്ത് പ്രസംഗിച്ചപ്പോ കേരളത്തിന്റെ ഒരു സാഹിത്യകാരൻ ഈ സംഭവം പറഞ്ഞിട്ട് പറയാ, എനിക്ക് ഉമറിനെ പോലെ മനസ്സിന് പിടികിട്ടാത്തൊരു വ്യക്തിത്വമില്ല. ആരാ പറയുന്നത്? മലയാള സാഹിത്യത്തിന്റെ ഉപാധ്യക്ഷനാ. ഉമർ വല്ലാത്തൊരു ശരീരമാണ്, ഉമർ വല്ലാത്തൊരു സംഭവമാണ്. എനിക്ക് ഉമറിന്റെ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ആരുടെ തലവെട്ടാൻ ഒരു പിടിച്ച വാളുമായി പോയോ ആ ശരീരത്തിൽ നിന്നിട്ട് കോപാകുലനായി പറയുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല ചാരത്തേക്ക് അടുത്ത് വന്നില്ല മുഅ്മിനീങ്ങളെ. ഉമറിന്റെ തോളിലേക്ക് കൈ വെച്ചിട്ട് ഉമറേ, ഓ ഉമറേ, വഖാന റസൂലു തൂഫിയ റസൂലുള്ളാഹ്, റസൂൽ വഫാത്തായി ഉമറേ. ആ സമയത്ത് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ നെഞ്ചകത്തേക്ക് തന്നെ മുഖത്തേക്ക് വെച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ഉമർ ചോദിച്ചല്ലോ, ഹബീബായ മുത്ത് നമ്മളെ വിട്ടു പോയോ അബൂബക്കറേ? പോയി ഉമറേ. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല പിന്നെ മുമ്പിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു തആല പ്രസംഗം നടത്തിയത്. മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത വമൻ കാന യഅബുദുല്ലാഹ ഫഇന്ന അല്ലാഹ
വഫാത്തായി കാന ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അവൻ ഇതേവരെ വഫാത്തായിട്ടില്ല, അവൻ മരിച്ചിട്ടില്ല, അവൻ ഹയ്യാണ് ഖയ്യൂമാണ് സമീആണ് ബസീറാണ്. ഞാൻ ഈ ചരിത്രം പറയുന്നത് ഉമറിനെ മനസ്സിലാക്കാനാ. സഹോദരങ്ങളെ സഹോദരിമാര്, അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി. അവസാനം ഉമർ റളിയല്ലാഹു തആല ആരായി മാറിയെന്ന് നിങ്ങൾക്കറിയുമോ? മഹാനായ അനസ് റളിയല്ലാഹു തആല ഒരു പാതിരാ സമയത്ത് ഉമർ റളിയല്ലാഹു തആല ഖലീഫയാ ഈത്തപ്പനത്തോട്ടത്തിന്റെ നടുവ് ചരിയത്തൂടെ നടന്നു പോകുമ്പോ മദീന മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന നേരത്തെ ഈത്തപ്പനത്തോട്ടത്തിന്റെ ചാരത്തുകൂടി നടന്നു പോകുമ്പോ ഈത്തപ്പനത്തോട്ടത്തിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാ. എന്താ ശബ്ദമെന്നറിയോ? ഖത്താബിന്റെ മകൻ ഉമറേ, ആരാണടാ നീ? ആരാണടാ ഉമറേ? നിന്നെ ആരാണടാ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചത്? നീ മക്കയിലെ കല്ലുകുടിയനല്ലായിരുന്നോ? നീ എത്ര പെൺമക്കളെ ജീവനോട് കുടിച്ചു മൂടിയനാടാ ഉമറേ? അനസ് റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി. വീരശൂര പരാക്രമിയായ ഒരു റൊമാന്റിക് ഭാവനക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗതയമായി മാറിയ ഉമറിനെ ആരാണ് വല്ലാതെ വരട്ടുന്നത്? അറിയാൻ ഈത്തപ്പനത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ കാണുന്ന കാഴ്ച ലോക ചരിത്രത്തിന് സമാനമായ സംഭവം വേറെയില്ല. മദീന മുഴുവനും കിടന്നിറങ്ങുന്ന പാതിരാവിലെ നിശബ്ദതയില് ഈത്തപ്പനത്തോട്ടത്തിന്റെ ഉള്ളിൽ വന്നിരുന്ന് ഒരു ഈത്തപ്പന മരത്തിലേക്ക് ചാടിയിരുന്നിട്ട് ഉമർ തന്നെ ഉമറിനെ പേടിപ്പിക്കുകയാ. സ്വന്തം വിരൽ സ്വന്തം നെഞ്ചിലേക്ക് ചൂണ്ടുവെച്ചിട്ട്, എടാ ഖത്താബിന്റെ മകൻ ഉമറേ, നീ ആരായിരുന്നടാ? ഒരു കാലത്ത് നീ ആരായിരുന്നടാ? നീ മക്കയിലെ തമ്മാടിയായിരുന്നില്ലേടാ ഉമറേ? നിന്റെ പാപങ്ങളുമായി പടച്ചറപ്പിന്റെ മുമ്പില് എങ്ങനെയാണോ ഉമറേ പോയി നിൽക്കുന്നതെന്ന് ചോദിച്ച് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന രാത്രിയിൽ പഴയകാലത്ത് ചെയ്തു പോയ തെറ്റുകൾ ഓർത്തിട്ട് ഈത്തപ്പന മരത്തിന് ചാടി നിന്നിട്ട് സ്വന്തം വിരല് സ്വന്തം നെഞ്ചിലേക്ക് ചൂണ്ടിയ ഉമർ റളിയല്ലാഹു തആല നിനക്കറിയുമോ ചെറുപ്പക്കാരാ? അവസാനിച്ചില്ല മോനെ, അവസാനിച്ചില്ല. ഒരിക്കൽ കൂടി ചരിത്രത്തിന്റെ ആ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തിന്റെ വിസ്മയത്തിന് നിർത്തിയ മനുഷ്യരെ ആധുനിക ലോകത്ത് ഞാൻ ഒന്നുകൂടി അവതരിപ്പിക്കുകയാ. ഉമർ റളിയല്ലാഹു തആല വഫാത്തിന്റെ സമയമായി മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ഇരുന്നുകൊണ്ട് അവസാനത്തെ ഖുത്ബ നടത്തുമ്പോ രണ്ടാമത്തെ ഖുത്ബയിൽ ദുആ ചെയ്തപ്പോ ഉമർ റളിയല്ലാഹു തആല ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ ഉമറിന്റെ വഫാത്തിന്റെ സമയമായി ഉമറിന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഏതാണ് ആഗ്രഹമെന്നറിയോ? അല്ലാഹുമ്മ ർസുഖ്നി ശഹാദതൻ ഫീ ബലദി റസൂലിക. ഹബീബായ നബി തങ്ങളുടെ മദീനയിൽ എന്നെ ഷഹീദാക്കണേ അല്ലാഹ്. ഈ ദുആ കേട്ട സഹാബത്ത് ആമീൻ പറയാതെ നിശബ്ദരായി. ഉമർ റളിയല്ലാഹു തആല മിമ്പറിൽ ഇരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ, ഉമറിന്റെ അവസാനത്തെ ആഗ്രഹമാണ് മദീനയിൽ എനിക്ക് കിടന്ന് ഷഹീദാവണം. ഇതൊക്കെ ആഗ്രഹിക്കാൻ കാരണം എന്താ? ഒരു കാലഘട്ടം മുഴുവൻ തമ്മാടിത്തരത്തിലൂടെ ജീവിച്ച ഉമർ. അമ്മിനൂ റഹമക്കുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനോട് ആമീൻ പറയണേ. ഉമറിന് മദീനയിലെ കടന്ന് ഷഹീദാവണം. അല്ലാഹു നമുക്ക് മദീനയുടെ മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ കൽബിലേറെ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ദുനിയാവിനോട് എനിക്ക് പ്രേമം അടുത്തു, എനിക്കിനി ദുനിയാവ് വേണ്ട, പറ്റിയാൽ എനിക്കിനി മക്കയിലും മദീനയിലും എന്റെ ശിഷ്ടകാലം ചെലവഴിക്കണം. എന്തുകൊണ്ടെന്നറിയോ? മനസ്സിൽ അല്ലാഹു കൊടുത്ത നിഷ്കളങ്കതയുടെ ഭാഗമാണ്. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ നന്മ മാത്രം പ്രചരിപ്പിച്ച, നന്മ മാത്രം ചെയ്ത, നല്ലത് മാത്രം ഹൃദയത്തിന് നീ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ മുത്തിനെ സ്വപ്നത്തിൽ കണ്ട് വിട പറയാ. ഹബീബായ നബി നിങ്ങൾ വരുന്നു സ്വർഗത്തിലേക്കെന്ന് ചോദിച്ചതുപോലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചതുപോലെ ആ വിളി കേട്ട് അവസാനമാക്കി വെത്ത് നന്നായി വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഏറ്റവും വലിയ ആഗ്രഹമാണ് മദീന. സഹാബത്ത് പറഞ്ഞു, ഉമറേ, ഞങ്ങൾ ആമീൻ പറയില്ല, കാരണം നിന്റെ ദുആ നടക്കില്ല ഉമറേ. മദീനയിൽ ഒരാൾക്ക് ഷഹീദാവാൻ പറ്റില്ല, കാരണം മദീന ഹറമാണല്ലോ, ഹറമിന് യുദ്ധം ഹറാമാണല്ലോ. യുദ്ധം നടന്നാലല്ലേ രക്തസാക്ഷി
സാക്ഷിയാവാൻ പറ്റൂ. ഹറമിൽ വെച്ച് പിതാവിന്റെ കൊലപാതകയെ കണ്ടാലും യുദ്ധം ചെയ്യാൻ അനുവദനീയമല്ല. അതുകൊണ്ട് ഒരാൾക്കും ഷഹീദാവാൻ മദീനയിൽ കഴിയില്ല. പക്ഷേ ചെറുപ്പക്കാരാ